ദൈവത്തിൻ്റെ ഒരു ചായ്വെന്ന് പറയണത് നമ്മളെ ഏത് വിധേനയും ഏതവസ്ഥയിലും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ദൈവത്തിനുള്ളത്. അത് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേലിൻ്റെ അനുഭവം മാത്രമല്ല. ഇസ്രായേലിൻ്റെ അനുഭവം എന്താ നമ്മൾ വായിച്ചില്ലേ? 2 രാജാക്കന്മാർ എന്താ പറഞ്ഞത്? 2 രാജാക്കന്മാർ 6:27 ആ രാജാവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ എന്താ പറയണത്? രാജാവ് പറയണത്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? അടിസ്ഥാനപരം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച പല സഹായങ്ങളും നിങ്ങൾ അങ്കിളിൻ്റെ മകൻ സഹായിച്ചു, അങ്കിള് സഹായിച്ചു, കൂട്ടുകാർ സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു, പാർട്ടിക്കാർ സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഉള്ള സഹായം കൂടി പോകും. എന്താ കാര്യം? ദൈവം സഹായിക്കുന്ന കൊണ്ടാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണത്. അത് ഓർക്കണം. അല്ല, നിങ്ങൾ അവരുടെ അടിമകളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, വിഷയത്തോടുള്ള ഒരു സുവിശേഷവിഹിതമായ സമീപനമാണ്. എന്താ പറയണത്? ആര് നമ്മളെ സഹായിച്ചാലും എങ്ങനെ സഹായിച്ചതായിരിക്കും. ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞേ? ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അപ്പം ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം സഹായം നമുക്കറിയാവില്ല, എത്രയോ പേരാണ് സഹായം കൊണ്ട് അധാർമികരായി പോയത്. ഇപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ നല്ല പ്രതിബദ്ധതയായ ഭാര്യയായിരുന്നു, പക്ഷെ അത് കുമ്പസാരമൊന്നുമല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയണതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കുക വെച്ചാൽ, പക്ഷേ പ്രാർത്ഥനാ ജീവിതമേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എന്താണ്? അവർക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനാ ജീവിതമല്ല, പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ്, പക്ഷേ കോൺഫിഡൻസ് പോയി. എന്താ കാര്യം? അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഒരു അറബി നാട്ടിൽ ചെന്നപ്പോഴേ അവർക്ക് ഒരു കത്ത് വീട്ടിലോട്ട് മക്കൾക്ക് വിടണം, താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്, തനിക്ക് സുഖമാണെന്ന്. അപ്പോൾ കത്ത് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം. അപ്പോൾ മൊബൈലിൻ്റെ കാലമല്ലത്, 90ൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം, നമ്മൾക്ക് കത്ത് വേറെ ആളിനോട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ, ഓർക്കണില്ലേ? 85കളൊക്കെ അത്തരം കാലമാണ്. പക്ഷേ എന്ത് പറ്റി? ഈ എഴുതാൻ വന്നവൻ പറഞ്ഞു, അവനോട് ശാരീരികമായ ബന്ധമില്ലെങ്കിൽ മറുപടി എഴുതത്തില്ലെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? അവിടെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് അവർ ശാരീരികമായ ബന്ധം ഉണ്ടായി. നോക്കിയേ, അതോടുകൂടി അവിടെ കൃപ പോയി. അപ്പം സഹായിച്ചതാണ്, അവനാണ് സഹായിച്ചത്. അല്ലെങ്കിൽ ഇവർക്ക് ദാർഢ്യത്തോടെ ഇവർക്ക് പറയാമായിരുന്നു, നീ പൊടാവിടുന്നു, നീ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നത് നീ വഴിയാണ്, നിനക്ക് സഹായിച്ചില്ലെങ്കിൽ നാളെ വേറെ ആൾ വരും എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ് ആധ്യാത്മികത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.